സ്ട്രിപ്സ് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് തമ്മിൽ നമുക്കൊന്ന് രണ്ട് ജിമിക്കയും ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ വെച്ച് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോളോ ക്ലിയർ ഗ്ലൂവോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ജിമിക്ക രണ്ടും ഡ്രൈ ആയി. ഇനി നമുക്കിത് ഇഷ്ടമുള്ള കളർ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് കളർ ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് എടുക്കുന്നത്, ആക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മാഗസിൻ പേപ്പർ ഉപയോഗിക്കണമെങ്കിൽ അതൊരു ഡബിൾ ഓർ ത്രിബിൾ കോട്ട് പെയിൻറ് കൊടുക്കണം. അങ്ങനെ നമ്മുടെ രണ്ട് ജിമിക്കയും റെഡിയായി. ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം ജിമിക്കയായിട്ട്. അതിന് നമുക്ക് ടീപ്പിന് ആവശ്യമുണ്ട്, ബീഡ്സ് ആവശ്യമുണ്ട്, ഇയറിംഗ് ഹുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ടീപ്പിൻ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി അത് ജിമിക്കയായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതിന് ഇത്രയും നമുക്ക് ലെങ്ത് ആവശ്യമില്ല. അപ്പം നമുക്കിത് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നമുക്കത് ഹുക്കാക്കി നമുക്ക് ഇയറിംഗ് ഹുക്കും കൂടി അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് ജിമിക്കയും അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇഷ്ടമുള്ള കളറ് വെച്ച് ഡിസൈൻ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഡോട്ട്സോ പിച്ചോസോ അല്ലെങ്കിൽ സ്ട്രൈപ്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ അല്ല, ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള ഡോട്ട്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക. രണ്ട് ജിമിക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.